ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ആദ്യമായിട്ടൊരു നിയമലംഘനം സംഭവിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ബിഗ് ബോസിന്റെ 7ാം സീസണിലെ പട്ടിക വരച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ആർ.ജെ. ബിൻസി എന്തെങ്കിലും ഒരു കണ്ടന്റ് ബിഗ് ബോസിൽ കൊടുക്കണമല്ലോ. വന്നിട്ട് ഇത്രയും നാളായി ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ പേരിൽ എന്ന് പറയാൻ തക്ക രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആർ.ജെ. ബിൻസിക്ക് ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കിടന്നുറങ്ങി ബിഗ് ബോസിന്റെ ആദ്യ പട്ടിയെ ഞാനായിട്ട് ഉണർത്താമെന്നുള്ള രീതിയിൽ ആർ.ജെ. ബിൻസി കിടന്ന് ആ സോഫയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ടാസ്കും കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒന്നും വിജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്ത് ബിൻസി ഉറങ്ങി ആ സങ്കടം അങ്ങ് തീർത്തു. പക്ഷെ ഒരുപക്ഷെ കമന്റ് ബോക്സിലൊക്കെ പലരും പറയുന്നുണ്ട് ബിൻസി ഒരു കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. കാരണം ഒരു കണ്ടന്റും ബിൻസിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അപ്പൊ അത്തരത്തിൽ ചെയ്തു പോയതാവും, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയതാവും. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈ പറയുന്ന ടാസ്കിൽ പങ്കെടുത്തിട്ട് വിജയിക്കാൻ പറ്റാതെ തങ്ങൾ കൊണ്ടുവന്ന വളരെ ലക്ഷൂരിയസ് ആയിട്ടുള്ള പല ഡ്രസ്സുകളും അതുപോലെ മറ്റുള്ള മേക്കപ്പ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ആർ.ജെ. ബിൻസി സ്വന്തമായി കിടന്നുറങ്ങി, ആ ഒരു സോഫയിൽ കിടന്നുറങ്ങി ബിഗ് ബോസിന്റെ പട്ടി ഒന്ന് ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർ.ജെ. ബിൻസി എന്നുള്ള പേരിൽ ആദ്യമായ ഒരു കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം 7ാമത്തെ സീസണാണ്, 7ന്റെ പണിയാണ്. ലാലേട്ടൻ എന്ത് പണിയാണ് കൊടുക്കാൻ പോണത്? മിക്കവാറും ഒരു പണിഷ്മെന്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്